BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. 4 പതിറ്റാണ്ട് കാലത്തെ ഇടതുവാഴ്ചയെ തകർത്തെറിഞ്ഞുകൊണ്ട് BJP ചരിത്ര വിജയം നേടിയത് മുതൽ ഉയർന്നുവരുന്ന ചോദ്യമാണ് ആരാകും തിരുവനന്തപുരത്തിന്റെ അമരത്ത് എന്നത്. ഈ ചോദ്യത്തിന് ഉത്തരമായി ആർ ശ്രീലേഖ മുതൽ VV രാജേഷ് വരെ നിരവധി പേരുകൾ ഉയർന്നു വരികയും ചെയ്തു. എന്നാൽ കേട്ടതൊന്നുമല്ല സത്യം എന്നതാണ് BJP ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്താനായി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വവുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നതായാണ് അന്തിമ റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായി ചർച്ചകൾ നടത്താൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉടൻ തന്നെ ഡൽഹിയിലേക്ക് തിരിക്കും. ഇന്നോ നാളെയോ കേന്ദ്ര നേതൃത്വമായി ഇത് സംബന്ധിച്ച ചർച്ച നടത്തുമെന്നാണ് സൂചനയുള്ളത്. മറ്റന്നാൾ രാത്രി ഡൽഹിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ മടങ്ങിയെത്തിയ ശേഷമാകും സംസ്ഥാനത്തെ ചർച്ചകൾ പുനരാരംഭിക്കുക. ഇതിനിടെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി മണ്ഡലം ഭാരവാഹികൾ വരെയുള്ളവരുടെ യോഗവും ജില്ലാ കോർ കമ്മിറ്റിയും ഇന്ന് ചേരുന്നുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം കൂടി ചോദിച്ച ശേഷം മാത്രമാകും മേയറുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 പേരുകൾക്കാണ് ഏവരും മുൻഗണന നൽകുന്നത്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ DGPയുമായ ആർ ശ്രീലേഖ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ VV രാജേഷ് എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. ഇതുകൂടാതെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ RSS സമർപ്പിച്ചിട്ടുള്ള പേരുകൾ കൂടി പരിശോധിച്ച ശേഷം ഒരു പേര് അന്തിമമായി നിർദ്ദേശിക്കാനാണ് സാധ്യതയെന്നതാണ് അടുത്ത വൃത്തങ്ങൾ തന്നെ പുറത്തുവിടുന്നത്. മേയർ സ്ഥാനത്തേക്ക് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി പാർട്ടി പ്രതിനിധിയെ മത്സരിക്കാനുള്ള സാധ്യതയും നിലവിൽ തള്ളിക്കളയാനാകില്ല എന്നതും വാസ്തവം തന്നെയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയ ഇടതുമുന്നണിക്ക് കിട്ടിയ തിരിച്ചടി കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാകും BJPയുടെ നീക്കങ്ങളും. അങ്ങനെയെങ്കിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ ഉൾപ്പെടെ നിർണായക പദവികളെല്ലാം തന്നെ പരിചയസമ്പന്നരായ ആളുകൾക്ക് തന്നെയാകും അനുവദിക്കുകയും ചെയ്യുക. മാത്രമല്ല, കഴിഞ്ഞ തവണ ജയിച്ച നിരവധി പേർ ഇത്തവണയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടന്ന 100-ൽ നിന്ന് 50 സീറ്റുകൾ നേടി ചരിത്ര മുന്നേറ്റമാണ് ഇക്കുറി തിരുവനന്തപുരത്ത് BJP നടത്തിയത്. ഇക്കഴിഞ്ഞ 5 വർഷവും കോർപ്പറേഷൻ ഭരണത്തിനെതിരെ സമരങ്ങൾ സംഘടിപ്പിച്ചതും സമരങ്ങൾ നയിച്ചതും VV രാജേഷ് ആയിരുന്നു. കൂടാതെ പരിചയസമ്പന്നതയിലും രാജേഷ് തന്നെയാണ് മുൻതൂക്കം. അതുകൊണ്ട് തന്നെ രാജേഷിന് നറുക്ക് വീഴുമെന്നതാണ് ചിലരെങ്കിലും കരുതുന്നത്. ഡിസംബർ 21-നാണ് കോർപ്പറേഷനിലെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക. 26-നാണ് മേയർ തെരഞ്ഞെടുപ്പ്. നിലവിൽ VV രാജേഷ്, ആർ ശ്രീലേഖ തുടങ്ങിയവർക്ക് പുറമെ മേയർ സ്ഥാനത്തേക്ക് കരമന അജിത്, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് സിമി ജ്യോതിഷ് എന്നിവരുടെ പേരുകൾ കൂടി ഉൾപ്പെടെ പാർട്ടി പരിഗണിക്കുന്നുണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.